മലക്കോ ആകാനാണ് സാധാരണ പതിവ്. എന്നാൽ ഒരു ഹദീസിൽ മലക്ക് എന്ന് പ്രത്യേകം വന്നതുകൊണ്ട് ഇവിടെ മലക്കാണെന്ന് മനസ്സിലാക്കാം എന്നാണ് അൽബാനി പറഞ്ഞത്. അപ്പൊ മലക്ക് പെട്ടാൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. ജിന്ന് പെട്ടാലോ? അപ്പൊ മലക്ക് പെട്ടാൽ ശിർക്ക് വരുമെന്ന ജിന്ന് പെട്ടാൽ ശിർക്കാകുമെന്ന അസലുണ്ടെങ്കിൽ മലക്ക് പെട്ടാലും ശിർക്കാകും. മലക്ക് പെട്ടു എന്നതുകൊണ്ട് മാത്രം ശിർക്കാവൂലെങ്കിൽ ജിന്ന് പെട്ടു എന്നുകൊണ്ടും ശിർക്കാവൂല. എന്നിട്ട് അൽബാനി പറഞ്ഞ എന്താ കാരണം? ആ ജിന്നുകൾ ദുആ കേൾക്കൂല. അതിനർത്ഥം മലക്ക് ദുആ കേൾക്കുന്നതാണോ? ജിന്നുകൾ ദുആ കേൾക്കൂല എന്നാണ് ന്യായം പറഞ്ഞത്. അപ്പൊ മലക്ക് ദുആ കേൾക്കുമെന്നാണോ? ഇല്ലല്ലോ, ദുആ ആരും കേൾക്കൂല. പിന്നെന്താണ്? ഇത് റിജാലുൽ ഗൈബാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിജാലുൽ ഗൈബ്. ആ റിജാലുൽ ഗൈബിൽ ഇൻസുമുണ്ട് ജിന്നുമുണ്ട്. റിജാലുൽ ഗൈബിൽ ഇൻസുമുണ്ട് ജിന്നുമുണ്ട്. അവരെ ഇതിലേക്ക് ചേർക്കാൻ വകുപ്പില്ല. കാരണം അതിനാണോ തെളിവ് കൊണ്ടുവരിക? സുന്നികൾക്ക് മറുപടി ആയിട്ടാണല്ലോ പറയുന്നത്. അവർ തെളിവാക്കി റിജാലുൽ ഗൈബിനെ വിളിക്കാൻ ഇത് തെളിവാണ്. അപ്പൊ പറഞ്ഞു റിജാലുൽ ഗൈബ് എന്തായാലും ഇതിൽ വരൂല. ജിന്നാവട്ടെ ഇൻസാവട്ടെ റിജാലുൽ ഗൈബ് ഇതിൽ വരൂല. കാരണം അവരോടുള്ള വിളി ദുആ തന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ്, വ്യക്തമായ ശിർക്കാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശം മലക്കാണ്. അപ്പൊ അൽബാനിയുടെ അസ്ലു പ്രകാരം മലക്കാണ് ഉദ്ദേശം. ജിന്നുപെട്ട ശിർക്കാകുന്നത് ഒന്നുകിൽ റിജാലുൽ ഗൈബ് എന്ന വകുപ്പിലേക്ക്. ഇനി അതിന് വേർതിരിച്ചു പറഞ്ഞാലോ ആ ദുആ അൽബാനിയുടെ പനലായ ദുആ കേൾക്കുക എന്നാണ്. അപ്പൊ ദുആ അവർക്ക് കൊടുത്തോ അത് ശിർക്ക് തന്നെയാണ്. നമുക്ക് 10 മണി കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. ഇവിടെ അഭൗതികമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അഭൗതികമായി സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജിന്നുകളോട് ചോദിക്കുമ്പോൾ അത് ശിർക്കാണ്. ഭൗതികമായി സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അത് തൗഹീദാണോ? അല്ല, അത് ഹറാമാണ്. ഹറാമാണ്. അതായത് ഏത് സൃഷ്ടിയോടും ഏത് സൃഷ്ടിയോടും, അത് ജിന്നും മലക്കും മാത്രമല്ല, ഏത് സൃഷ്ടിയോടും അഭൗതികമായ നിനക്ക് ഗുണം ചെയ്യാനോ ദോഷം വരുത്താനോ കഴിയുമെന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. അതാണ് മൗലവി പറഞ്ഞത്. ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ, അപ്പൊ മനുഷ്യൻ മാത്രമല്ല, ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ അഭൗതികമായി ഗുണം ചെയ്യാനോ ദോഷം വരുത്തി വെക്കാനോ കഴിയുമെന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. അപ്പൊ ആ വിശ്വാസത്തോട് കൂടി ചോദിക്കണം എന്നില്ല. ആ വിശ്വാസം ഉണ്ടായാൽ തന്നെ ശിർക്ക് വന്നു. ചോദിച്ചാൽ ആ ചോദ്യവും ശിർക്കായി. ഇത് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. അതാണ് വിഷയം. അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. അഭൗതികമായി സഹായിക്കൂല എന്നറിയാം, അഭൗതികമായി ദോഷം വരുത്തൂല എന്നറിയാം, ഭൗതികമായേ ചെയ്യൂ എന്നറിയാം. അങ്ങനെ ഒരാൾ വിശ്വസിച്ചു. ഒരു ജിന്ന് നമ്മളെ മുമ്പിൽ വന്നു എന്ന് തന്നെ സങ്കല്പിക്കുക. വരാമല്ലോ, വരൽ എന്തല്ല അസംഭവ്യമല്ല. അങ്ങനെ വന്നു, ഒരു മനുഷ്യ രൂപത്തിലോ അല്ലാത്ത രൂപത്തിലോ ഒക്കെ വന്നു. ഇപ്പൊ അബൂ ഹുറൈറയുടെ മുമ്പിൽ സക്കാത്തിന്റെ മുതൽ വാരിക്കൊണ്ടാകാൻ വേണ്ടി ഇബ്ലീസ് മനുഷ്യ രൂപത്തിൽ വന്നു എന്നത് നമ്മളൊക്കെ അംഗീകരിക്കുന്നു. അതേപോലെ ഒരു സ്വഹാബിയുടെ വീട്ടിൽ ജിന്നിന്റെ രൂപത്തിൽ വന്നു എന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹിയായ ഹദീസാണ്. അങ്ങനെയൊക്കെ വന്നു, അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഞാനൊരു ജിന്നാണ് എന്ന് പറഞ്ഞു. നിനക്ക് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എങ്കിൽ പോലും നമ്മൾ ചോദിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ പോലും ചോദിക്കാൻ പാടില്ല. നേർക്ക് നേരെ അവന്റെ കഴിവിൽപ്പെട്ട അവന് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം പോലും ചോദിക്കാൻ പാടില്ല. കാരണം ഒന്ന്, അവൻ നമ്മളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയും തേടി നടക്കുന്നവനാണ്. നമ്മൾ ശിർക്കിലേക്ക് കൊണ്ടുപോകാനും നരകത്തിലേക്ക് നയിക്കാൻ നമ്മളുള്ള വഴി തേടി നടക്കുന്നവനാണവൻ. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ ചെറിയ സഹായം ചോദിച്ചാൽ തന്നെ അത് നമ്മെ പിടിക്കാനുള്ള ചൂണ്ടലായി അവൻ ഉപയോഗപ്പെടുത്തും. നാളെ പിറ്റേന്ന് മറ്റൊരാവശ്യം വരുമ്പോൾ ഇവൻ തന്നെ തോന്നിപ്പിക്കും, ആ ജിന്നിനെ വിളിച്ചാൽ മതി, അപ്പൊ വിളിക്കും. അങ്ങനെ ശിർക്കിൽ ഇവൻ ചെന്ന് ചാടും. അതുകൊണ്ട് ഭൗതികമായൊരു കാര്യം പോലും നേക്ക് നേരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും നമ്മൾ ചോദിക്കാനേ പാടില്ല. പക്ഷെ ശിർക്ക് വരണമെങ്കിൽ അഭൗതികമായ ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ തന്നെ ശിർക്കായി, ചോദ്യവും ശിർക്കായി. ചോദ്യം മാത്രമല്ല, പേടിയും ശിർക്കായി. ആ നിലക്ക് പേടിച്ചാൽ ശിർക്കാവും. ഭൗതികമായി ഉപദ്രവിക്കേയുള്ളൂ എന്ന് വിചാരിച്ച ജിന്നിനെ പേടിച്ചാലോ ആ പേടി ശിർക്കല്ല. ശൈത്താനെ പേടിച്ചാലോ ആ പേടി ശിർക്കല്ല. ജിന്നിനെ ബഹുമാനിച്ചാലോ ആ ബഹുമാനം ശിർക്കല്ല. ജിന്നിനെ മുമ്പിൽ ആദരിച്ചാലോ ആ ആദരവ് ശിർക്കല്ല. ജിന്നിനെ മുമ്പിൽ വണങ്ങിയാലോ ആ വണക്കം ശിർക്കല്ല. അതേസമയം ആ വണക്കം നമുക്ക് പാടില്ല, ആ ആദരവ് നമുക്ക് പാടില്ല, ആ വക രീതികളൊന്നും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല. മറ്റൊന്ന്, ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇസ്തിംതാഅ് എന്ന വകുപ്പുണ്ട്. പരലോകത്തെ വെച്ച് പറയും, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ,
ജിന്നുകളും മലക്കളും ഹാജരാക്കപ്പെടുമ്പോൾ അവിടുന്ന് പറയുന്ന പറച്ചിൽ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖം കണ്ടെത്തി, ആനന്ദം കണ്ടെത്തി എന്ന് അവിടുന്ന് പറയും. അവസാനം അല്ലാഹ് പറയും, ഖാലന്നാറു മസ്വാകും ഖാലിദിന ഫീഹാ, നിങ്ങളുടെ സങ്കേതം നരകമാണ്, ശാശ്വതരായി കഴിഞ്ഞുകൂടുക. ഈ ഇസ്തിംതാഴ് പല രൂപത്തിൽ വരാം. അത് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഈ പുസ്തകം നമുക്കൊന്ന് വായിക്കണം. മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്നുള്ള ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എന്താണ് ആ സുഖമെടുക്കൽ, എങ്ങനെയാണ് ആ ആനന്ദം കണ്ടെത്തൽ, കള്ള് കുടിക്കുന്ന മനുഷ്യനെ കിട്ടുന്ന ആനന്ദം എങ്ങനെ, ജാടത്ത് പോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കിട്ടുന്ന ആനന്ദം എങ്ങനെ, വ്യഭിചരിക്കുന്ന മനുഷ്യനെ കിട്ടുന്ന ആനന്ദം എങ്ങനെ, ഒരു ശിർക്ക് ചെയ്യുന്ന മനുഷ്യനെ കിട്ടുന്ന ആനന്ദം എങ്ങനെ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആൾക്ക് കിട്ടുന്ന ആനന്ദം എങ്ങനെ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്തിംതാഇന്റെ വകുപ്പും ഇതിൽ വരും എന്നതുകൊണ്ടും പാടില്ല. മൂന്നാമതായി, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ കേട്ട് ഇസ്ലാം സ്വീകരിച്ചു വന്ന ധാരാളം ജിന്നുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ കേട്ട് ഇസ്ലാം സ്വീകരിച്ച ജിന്നുകളുണ്ട്. ആ ജിന്നുകൾ മുസ്ലിങ്ങളായി മാറി. എന്നിട്ട് അതോടുകൂടി അവർ നബിയുടെ സ്വഹാബിമാരുമായി മാറി. എന്നിട്ടും റസൂലും സ്വഹാബത്തും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ടും തങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു വന്ന ജിന്നുകളുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് വഹയി കിട്ടിയിട്ടും ഈ ജിന്നുകളെ നബി ഉപയോഗപ്പെടുത്തുകയോ വിളിക്കുകയോ സഹായിക്കാൻ പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടും നമുക്കത് പാടില്ല. അതാണ് ജംഇയ്യത്തുൽ ഉലമയിൽ ഞാനും അനീഫ് കാക്കയും കൊടുത്ത പ്രബന്ധത്തിന്റെ അവസാനത്തെ പ്രയോഗം. ഏറ്റവും ലാസ്റ്റ് ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിന്റെ വിശദീകരണമായി ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് നടത്തിയ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ, ജിന്നിനോടുള്ള സഹായ ചോദിക്കൽ ഹറാമാണ്. സവാഉൻ കാനത് ഇസ്തിആനതും ബിൽ ജിന്നിയിൽ കാഫിരി ശൈത്വാനി അം ബിൽ ജിന്നിയിൽ മുസ്ലിമി, മുസ്ലിമായ ജിന്നാണെങ്കിലും ശരി കാഫിറായ ശൈത്വാനായ ജിന്നാണെങ്കിലും ശരി സഹായം ചോദിക്കൽ ഹറാമാണ്. വദാലിക ലിഇദ്ദതി അദില്ല, അതിൽ ധാരാളം തെളിവുണ്ട്. അദ്ദലീലുൽ അവ്വൽ, ഒന്നാമത്തെ തെളിവ് അന്ന ഇസ്തിംതാഅൽ ജിന്നിയി ബിൽ ഇൻസിയി വൽ ഇൻസിയി ബിൽ ജിന്നിയി മുഹറമുൻ ഫി നുസൂസിൽ കിതാബി വസ്സുന്ന. ജിന്ന് മനുഷ്യനെ കൊണ്ട് സുഖമെടുക്കലും മനുഷ്യൻ ജിന്നിനെ കൊണ്ട് സുഖമെടുക്കലും ഹറാമാണ് എന്ന് കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് തെളിവുള്ളതല്ലാതെ നമുക്ക് മാറ്റിവെക്കാൻ വകുപ്പില്ല. രണ്ടാമത്തേത് അന്നൽ ജിന്ന ലഹും ഖുദർ, ജിന്നുകൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട്. കമാ ഹുവ മഅലൂമുൻ, അത് അറിയപ്പെട്ട കാര്യമാണല്ലോ. വഅന്നഹു ഫീ സമനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മിൻഹും മുസ്ലിമൂന, നബിയുടെ കാലത്ത് ജിന്നുകളിൽ മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. കസീറുൻ അസ്ലമു, ധാരാളം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് തെളിവും കൊടുത്തു. എന്നിട്ട് ഫൽ ജിന്നു ഫീ നുബുവത്തിൻ നുബുവ ഫീ സമനിൻ നുബുവ, നുബുവത്തിന്റെ കാലത്ത് ജിന്നുണ്ടായിട്ടും കാന മിൻഹും മൻ സ്വഹിബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ലമ അലാ യദൈഹി, നബിയുടെ കൂടെ സ്വഹാബിയായി കൂടി സഹവസിച്ചവനുണ്ടായിട്ടും മുസ്ലിമായിട്ടും വഇൻദഹും മിനൽ ഖുദരി മാ ലൈസ ഇൻദ ഗൈരിഹിം, അല്ലാത്തവരുടെ കൈവശം ഇല്ലാത്ത കഴിവുകൾ ഇവരെ പക്കൽ ഉണ്ടായിട്ടും വഖദ് മലാ സമനുൻ നുബുവത്തി ബി അസ്മാനിൻ, നബിയുടെ കാലം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞുവല്ലോ. എന്നിട്ടും വലം യസ്തഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജിന്നി, നബി ഒരു ജിന്നിനോട് സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. വലം യസ്തഇൻ സ്വഹാബത്തു ബിഹിം, സ്വഹാബത്തും ആവശ്യപ്പെട്ടിട്ടില്ല. വഖദ് വാജഹതുഹും അശ്യാഉ, ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവരെ അഭിമുഖീകരിച്ചുവല്ലോ, എന്നിട്ടും ചോദിച്ചിട്ടില്ല. ഫഹാദദ് ദലീലു വഹാദൽ ഇജ്മാഉ, ഈ തെളിവും ഈ ഏകോപനവും അഅ്ളമു വഅബ്ലഗു മിമ്മാ യുസ്തദല്ലു ബിഹി അലാ അന്ന ഹാദൽ അംറ മിനൽ ബിദ്അഇ, ഇതിൽ നമുക്ക് തെളിവാക്കാം ഈ കാര്യം ബിദ്അത്താണ്. ലിഅന്നഹു ലം യകുൻ ഫീ സമനിസ് സലഫി, ഇത് സലഫുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അവരെ കയ്യിൽ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി വന്ന ജിന്നുണ്ടായിട്ടും ആ ജിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹായത്തിനും വിളിക്കുകയോ സ്വഹാബത്തെ വിളിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ഹാദിഹിൽ മസ്അലതു അൽഹറു വ അബ്ലഗു, ഈ വിഷയം ഏറെ പ്രത്യക്ഷമായതും ഏറ്റവും വ്യക്തമായതുമാണ്. ലിഅന്നഹും ലം യസ്തഖ്ദിമു ദാലിക, അവരാരും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വലം യസ്തഈനു ബിഹിം, സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ലാ ബി മുസ്ലിമിഹിം വലാ ബി കാഫിരിഹിം, മുസ്ലിം ജിന്നെയും ഉപയോഗിച്ചിട്ടില്ല കാഫിർ ജിന്നെയും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു അഭൗതികതയും കൽപ്പിക്കാതെ 100% ഭൗതികത കൽപ്പിച്ചുകൊണ്ട് തന്നെ കാര്യകാല ബന്ധത്തിന് ഉള്ളിലെ ചെയ്യൂ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹാജറായി മുമ്പിൽ വന്ന ജിന്നാണെങ്കിൽ പോലും ആ ജിന്നിനെ
ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമല്ല. പക്ഷെ ശിർക്ക് വരണോ, അഭൗതികത വകവെക്കണം. അഭൗതികത വകവെച്ചാൽ തന്നെ ശിർക്കായി. പിന്നെ ചോദിച്ചാലും ശിർക്കായി, ഉപയോഗപ്പെടുത്തിയാലും ശിർക്കായി, ബഹുമാനിച്ചാലും ശിർക്കായി, പേടിച്ചാലും ശിർക്കായി, എല്ലാം ശിർക്കായി. ചോദ്യത്തിൽ മാത്രമല്ല. അതാണ് ഏത് സൃഷ്ടിയോടുമുള്ള നമ്മുടെ മനോഭാവത്തിന്റെ വസ്തുത. ഈ ഒരു ചോദ്യത്തും കൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. കേൾക്കണ്ട, ഞാൻ സുനീറിന്റെ ചോദ്യം കൂടി ശേഷം. പിന്നെ അങ്ങേയറ്റത്തെ ഉണക്കവും താഴ്മയും ആകുമ്പോഴേ ശിർക്കാവുന്നു അല്ലേ? അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ കാണും എന്ന് വിശ്വസിക്കുമ്പോൾ ചെറിയ ശിർക്ക് വരുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ ആയത്തുൽ ഖുശൂ വരുന്നില്ലല്ലോ ഒന്ന്. അതുപോലെ തന്നെ ഈ ഭൗതികമായ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് സൃഷ്ടി ഭൗതികമായ സൃഷ്ടിയാണല്ലോ ജിന്നും മലക്കൊക്കെ. ഭൗതികമായി സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ജിന്നിനോട് സഹായം തേടുമ്പോൾ അത് ഹറാമാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ അത് ഹറാമാണ് എന്ന്, ഹറാമും ഹലാലും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിനും അതിൻ്റെ റസൂലിനും മാത്രമാണല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ വിശുദ്ധ ഖുർആനിൽ നിന്നോ ജിന്നിനോട് സഹായം ചോദിക്കൽ ഹറാമാണ് എന്നുണ്ടോ? അതുപോലെ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, നിസ്കാരത്തില് അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവുമാണ് ഇബാദത്ത്, അതാണ് നിസ്കാരം. പക്ഷെ അവിടെ റിയാഇനെ കുറിച്ച് വന്നപ്പോൾ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഭാഷാപരമായ ശിർക്കാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഒന്ന്. മറ്റൊന്ന്, അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും, അതാണല്ലോ ഇബാദത്ത്. അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ സുന്നി മുസ്ലിയാക്കന്മാരൊക്കെ പറയും അതിനപ്പുറം ഇനി താകാൻ കഴിയില്ല, അതാണ് അങ്ങേ അറ്റം. അത് ശരിയല്ല. നേരെ മറിച്ച് അങ്ങേ അറ്റത്തെ താഴ്മ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മനോഭാവത്തിലുള്ള താഴ്മ. ആ താഴ്മ എത്ര ചെറിയതാണെങ്കിലും അതെന്താവും? ശിർക്കായി മാറും. എത്ര ചെറിയ താഴ്മയാണെങ്കിലും ആ താഴ്മ ശിർക്കാവും. അല്ലാത്ത താഴ്മ എത്ര അളവ് കൂടിയാലും ശിർക്കാവില്ല. ഒരാൾ ഒരു സിംഹം പിന്നാലെ കൂടി അയാളാകെ പേടിച്ച് ബേജാറായി അറ്റാക്കായി മരിച്ചാലും ആ പേടി സിംഹത്തിനുള്ള ഇബാദത്തല്ല. എന്നാൽ എലിയെ ആരാധിക്കുന്ന മനുഷ്യൻ ആ എലിയെ പേടിച്ചാൽ ആ പേടി എന്താണ്? ഇബാദത്താണ്. അപ്പൊ എന്താ വേർതിരിക്കുന്ന ഘടകം? അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ എത്ര അളവിൽ പേടിക്കുന്നു, എത്ര അളവിൽ സ്നേഹിക്കുന്നു എന്നതല്ല, ഏതു മാനദണ്ഡത്തിൽ പേടിക്കുന്നു, ഏതു മാനദണ്ഡത്തിൽ സ്നേഹിക്കുന്നു എന്നാണ്. പടച്ച റബ്ബിനെ അല്പം സ്നേഹിച്ചാൽ ആ സ്നേഹം ഇബാദത്താണ്. ഒരാൾ തൻ്റെ ഉമ്മയെ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം ഉമ്മാക്കുള്ള ഇബാദത്തല്ല. എന്താണ് വ്യത്യാസം? അതാണ് അഖ്സാഗോയത്ത്, അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും. അതാണ് ഇബാദത്തിന്റെ നിർവചനവും. നമ്മൾ ഈ കാലം വരെ പഠിപ്പിച്ചും അതാണ്. നമ്മുടെ പാഠപുസ്തകത്തിലും അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കുചേർക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അള്ളാഹിന്റെ ദാത്ത്, സിഫാത്ത്, അഫ്ആല് അതിൽ പങ്കുചേർക്കൽ വരും ഈ അഭൗതികത വകവെച്ച് കൊടുക്കുമ്പോൾ. അതാണ് അതിലെ വിഷയം. മറ്റൊന്ന്, ഭൗതികമായി സഹായിക്കുമെന്ന നിലക്ക് ഭൗതികമായി കാര്യം ചോദിച്ചാൽ ഹറാമാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്നാണ് അബ്ദുറഹ്മാൻ ഖാൻ രണ്ടാമത്തെ ചോദ്യം. അത് നമ്മളിപ്പോൾ പറഞ്ഞത്. ആയത്തും ഹദീസും ഒക്കെ വെച്ചിട്ട് നബിയുടെയും സഹാബത്തിന്റെയും രീതി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രബന്ധത്തിൽ കൊടുത്തത്. അഥവാ ഒന്ന്, റബ്ബനസ്തംതഅ ബിബഅദിൻ എന്നൊരായത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. റബ്ബേ, ഞങ്ങൾ പരസ്പരം സുഖമനുഭവിച്ചു എന്ന് പരലോകത്ത് വന്ന് അവർ പറയുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വകുപ്പ് ഇതിൽ വരുന്നു. അതുകൊണ്ട് അത് പാടില്ല. മറ്റൊന്ന്, നബിയുടെയും സ്വഹാബത്തിന്റെയും കാലത്ത് ഇസ്ലാം സ്വീകരിച്ച് വന്നവരുണ്ടായിട്ടും ചോദിക്കേണ്ടുന്ന ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടും ആ ഘട്ടങ്ങളൊന്നും നബിയോ സ്വഹാബത്തോ ഉപയോഗപ്പെടുത്തിയില്ല. അപ്പോൾ അതൊരു ജായിസ് എന്ന വകുപ്പിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ആണെങ്കിൽ ഉപയോഗപ്പെടുത്തുമല്ലോ. അതിന് കൂടെ പിന്നെ മൂന്നാമത് വസിയത്തു ശിർക്ക് എന്ന വകുപ്പ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശിർക്കിലേക്ക് എത്തിക്കും എന്നുള്ളത്. ഇപ്പൊ ശിർക്കായിട്ടില്ലെങ്കിലും ശിർക്കിലേക്ക് എത്താം. അതുകൊണ്ടാണ് ഹക്കജാഹ് ബർക്കത്തുള്ള ചോദ്യം ഹറാമായത്. രണ്ട് കാര്യം കൊണ്ടാണ് ഹക്കജാഹ് ബർക്കത്തിന് ചോദ്യം ഹറാമായത്. ഒന്ന്, അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല, അപ്പൊ ബിദ്അത്തായി. രണ്ടാമത്, ഒരാളുടെ ഹക്കജാഹ് ബർക്കത്തിന് ചോദിച്ചാൽ അടുത്തൊരു ഭാവിയിൽ അയാളുടെ നേരെ ചോദിക്കും, അപ്പൊ ശിർക്കിലേക്ക് എത്തും. അതാണ് ശിർക്കിലേക്കുള്ള വഴി. ഖബർ കെട്ടി ഉയർത്തൽ ശിർക്കല്ല, ഹറാമാണ്. എന്തുകൊണ്ട്? ഖബർ കെട്ടി ഉയർത്തിയാൽ അത് നാളെ പിറ്റേന്ന് ജാറമാക്കി ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. അതാണ് ശിർക്കിലേക്കുള്ള വഴി. ആ വഴി ഉണ്ടോ, ഇത് ഹറാമായി. സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കൽ ഹറാമ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഒരു വകുപ്പിലാണ്.
ഒരു കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞത് ഈ വകുപ്പ് കൊണ്ടാണ്. അന്ന് ഖബർ സിയാറത്ത് ശിർക്കിലേക്കുള്ള വഴിയാണ്. സ്വഹാബത്ത് ഇസ്ലാം സ്വീകരിച്ച് വന്നിട്ട് അധിക കാലമായിട്ടില്ല. അന്ന് അവരെ ഖബറിലേക്ക് പറഞ്ഞയച്ചാൽ അവർ ഖബറാളിയോട് തേടിയാലോ ആ ഒരു ആശങ്കയാണ് ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ തൗഹീദ് ഉറച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഇനി ഖബർ സന്ദർശിച്ചു കൊള്ളുക. അപ്പൊ വസീലത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴിയും അതിൽ വരുന്നുണ്ട്. സുനിർവയ്ക്ക് എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞ ആരോപണം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. കേട്ടില്ല. എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഈ വിഷയം തന്നെ എൻ്റെ വീട്ടിൽ തെന്നല പള്ളി എടുക്കാൻ വേണ്ടി സ്ഥലത്തിന് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. ഇസ്ലാമിൽ വന്നതിനെക്കുറിച്ചും ജിന്നുകളോടുള്ള ഇസ്തിഹാനത്തിനെ പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞതാണ്. അതുപോലെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ എനിക്ക് പറയാം, ഏത് തരത്തിലുള്ളതാണെങ്കിലും ഷിർക്കാവും. ഏത് മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അവരോട് ചോദിക്കുന്നത് മാത്രമേ ഒരു പരിധിയിൽ പോവുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ ചികിത്സന്റെ വിഷയം ചോദിച്ചു, നിങ്ങൾ എന്നോട് പറഞ്ഞതാണ്. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ തെളിവൊന്നും റെക്കോർഡ് ശ്രമിക്കുന്നില്ല. എനിക്ക് ഓർമ്മല്ല ഏത് കാലത്തും അറിയില്ല. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏകദേശം എത്ര മുമ്പാണ്? ഒരു 2 മാസം മുമ്പ്. 2 മാസം അതേതായാലും തെന്നല നിങ്ങൾ പള്ളിയുടെ ഒരു സ്ഥലത്തിന് ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കിയല്ലോ. ഞാനും നിങ്ങളും കൂടി വണ്ടിയിൽ തെന്നല പള്ളി എടുക്കേണ്ട ഒരു സ്ഥലം, എന്റെ അമ്മോന്റെ സ്ഥലം നോക്കാൻ വേണ്ടി പോയി. നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞത് 2 മാസം ഒന്നല്ല, ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം വിഷയത്തിലായിട്ടില്ല. തെന്നല പള്ളിക്ക് സ്ഥലം നോക്കിയിട്ട് 1 കൊല്ലമായിട്ടില്ല. ആ സ്ഥലല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, വിഷയമില്ല. ബാക്കി ചോദ്യം ചോദിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞു ഇനി അതുപോലെ തിരൂരിന്ന് ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഈ വിശ്വാസം അബ്ദുറഹ്മാൻ സലഫി പഠിപ്പിക്കണ ഇപ്പൊ ഈ ജിന്നുകൾ അബൗദികമാണെന്ന് പറയുന്നതോടുകൂടി ഈ പറയുന്നവരാണ് ശിർക്കിലേക്ക് പോയത് എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു KJUന്റെ സർക്കുലറിൽ കുഴപ്പമില്ല, അതുകൊണ്ട് ഇനി വരുന്നവർ അഭിപ്രായം ചോദിക്കാൻ വരുന്നവരോടെങ്കിലും ഈ KJUന്റെ സർക്കുലറിൽ ഇതില്ല. KJU സിഹ്ർ വലിക്കും, അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ സിഹ്ർ വലിക്കും, ഷെയ്ത്താൻ ഉപദ്രവിക്കും എന്ന് വിശ്വസിക്കുന്നത് അള്ളയും റസൂലും പഠിപ്പിച്ച 2ാമത്തെ കാര്യകാരണ ബന്ധം കൊണ്ടാണ്. ജിന്നുകൾ ഭൗതിക ജീവികളായതുകൊണ്ടല്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു എന്ത്, ഇവിടെ ഞാൻ ചോദിച്ചു നമ്മൾ ചോദിച്ച് സഹായിക്കാൻ കഴിയുന്ന ജീവികളാണെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ പറ്റില്ല. നമ്മൾ ചോദിച്ചാൽ സഹായിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇനി പറയുന്നത് നമ്മളൊരു ബുദ്ധിമുട്ടിൽ എത്തിപ്പെടുമ്പോൾ അവിടെ നമ്മളൊരു ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാവില്ല എന്ന് പറയുകയാണെങ്കിൽ സൂറത്ത് നംലിൽ 63 മുതൽ 65 വരെയുള്ള ആയത്തിനെതിരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അമ്മ യുജീബുൽ മുദ്തറു ഇദാ ദഹാഉ അള്ളാഹുവിനോട് ഒരു മുദ്തറിന്റെ സഹായം തേടിയാൽ സഹായിക്കാൻ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവസാനം ചോദിക്കണം ആ ഇലാഹും അല്ലാഹ് എന്നാണ്. അള്ളാഹ്ക്ക് പുറമെ വേറെ ഇലാഹുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഖുർആൻ കൊണ്ടോ ഹദീസും കൊണ്ട് തെളിയിക്കാതിരിക്കുക, ഭൗതിക ജീവികൾ ഭൗതിക മെറ്റീരിയൽ ജീവികളാവാതിരിക്കുക എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു മലക്കുകൾ, ഷേഖ് ബിൻബാസിനോട് മലക്കുകളോട് എന്നെ രാവിലെ ഉണർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ ഷിർക്കാണെന്നാണ്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല എന്ന് പറയാനില്ല. പിന്നെ നിങ്ങളിപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ജിന്നുകളിൽ റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് എന്ന്. ജബ്ബാർ മൗലവിയുടെ KJUം ഫത്വയും എന്ന് പറഞ്ഞ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ജബ്ബാർ മൗലവി വ്യക്തമായി പറയുന്നുണ്ട്. നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് സഹായം തേടിയ ഷിർക്കാവെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മലക്കുകളെ അദ്ദേഹം അതിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ജബ്ബാർ മൗലവി ഇറക്കിയ ഇതിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് റിജാലുൽ ഗൈബിൽപ്പെട്ട ജിന്നാണെന്ന് മാത്രമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. റിജാലുൽ ഗൈബ് എന്ന് ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയത്, ഞാൻ കുറെ കാലം ജബ്ബാർ മൗലവിന്റെ KJUം പുതിയ ഫത്വയും എന്നതിൽ നാസറുദ്ദീൻ അൽബാനി ജിന്നുകളെ ഷിർക്കാണെന്ന് പറഞ്ഞതിന് ശേഷം മലക്കുകളെ ഷിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് KNM-നെതിരാണ്, KNM സർക്കുലറിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുനീറിന് വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആ സിൽസില തരാം. അൽബാനിയുടെ സിൽസില ഞാൻ തരാം. അല്ല, അൽബാനിയുടെ സിൽസിലയിൽ അതാണ് പ്രശ്നം. ഇവിടെ 2-3 വിഷയം വന്നത്. ഒന്ന് അൽബാനിയുടെ വിഷയം. അൽബാനി പറഞ്ഞത് എന്താ, ഇവിടെ ഖൽഖും മിൻ ഗൈരിൽ ബശർ ലിഅന്നഹുമാ സ്വരീഹാനി ബിഅന്നൽ മഖ്സൂദ ബിഇബാദില്ലാഹ് ഖൽഖും മിൻ ഗൈരിൽ ബശർ. ഇവിടെ പറഞ്ഞ ഇബാദുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനല്ലാത്ത സൃഷ്ടിയാണ് എന്ന കാര്യം വ്യക്തമാണ്. മനുഷ്യനല്ലാത്ത സൃഷ്ടിയാണ് എന്ന കാര്യം വ്യക്തമാണ്. എന്തുകൊണ്ട് വ്യക്തമാണ്? ഒന്നുകിൽ അല്ലാഹു റസൂൽ പ്രയോഗിച്ച ആ പ്രയോഗത്തിൽ സ്വഹിയാണെങ്കിൽ വന്നത്, 1 നാം കാണാത്തവരുണ്ട്, 2 ഹാദറായവരുണ്ട്. അപ്പൊ ഹാദറായിട്ട് നമ്മൾ കാണാത്തവർ എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യനല്ല എന്ന് കിട്ടി. പിന്നെ ആര്? അതാണ് വഹാദൽ വസ്ഫു
ഇന്നമാ യൻതബിഖു അലൽ മലായികതി അബിൽ ജിന്നി. ഈ വിശേഷണം മലക്കിനും ജിന്നിനുമാണ് അനുയോജ്യമാവുക. ലിഅന്നഹുമുല്ലദീന ലാ നറാഹും അഅദാ, അവരാണ് സാധാരണഗതിയിൽ നാം കാണാത്തവർ. അപ്പൊ ജിന്നും മലക്കിനുമാണ് ഈ വിശേഷം സൂട്ടാവുക. പക്ഷെ ഈ ഹദീസിൽ പറഞ്ഞത് ജിന്നാണോ മലക്കാണോ, അത് ഒരു റിപ്പോർട്ടിൽ മലക്ക് എന്ന് വന്നത് കൊണ്ട് നമുക്ക് മലക്ക് എന്ന് മനസ്സിലാക്കാം. എന്തായാലും ശരി, റിജാലുൽ ഗൈബ് എന്ന് വെക്കാൻ ഈ ഹദീസ് തെളിവല്ല എന്നാണ് അൽബാനി പറഞ്ഞത്. അത് ഈ സർക്കുലറിൽ തെറ്റി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത്. അതെല്ലാവർക്കും അഭിപ്രായമുണ്ട്. ഇനി മറ്റൊന്ന്, ഇപ്പൊ നേരത്തെ പറഞ്ഞത് സിഹിറിന്റെ കാര്യം പറഞ്ഞപ്പോ, സിഹിർ അള്ളാഹു റസൂൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെ കാര്യകാലമതത്തിന് പുറത്തേക്കായി, അല്ലാതെ അതിന് കഴിവുള്ളതുകൊണ്ടല്ല എന്നാ. അത് ശരിയല്ല സുനിയർ, അത് നിങ്ങൾ ഒന്നുകൂടി പഠിക്കണം. ഞാൻ ആ ഒരു സ്നേഹബുദ്ധിയെ പറയാണ്ട് അത് ഒന്നുകൂടെ പഠിക്കണം. കാരണം യഥാർത്ഥത്തിൽ റസൂലിന്റെ മുമ്പേ ഇതുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ വരുന്ന മുമ്പേ സിഹിർ ഇവിടെ ലോകത്തുണ്ട്. സുലൈമാൻ നബിയുടെ കാലത്തിന് സിഹിറിനെ പറ്റിയുള്ള പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞു പോയ എല്ലാ അമ്പ്യാക്കന്മാർ വന്നപ്പോഴും ഇത് സിഹിറാണെന്നും സാഹിറാണെന്നും മസ്ഹൂറാണ് എന്നുമൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂല പഠിപ്പിക്കുന്ന, റസൂല നിയോഗിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ സിഹിറുമായി ബന്ധപ്പെട്ട സംഗതി ലോകത്തുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്, ഒരു സിഹിർ ചെയ്യുന്ന സാഹിർ സംഭവിക്കുന്നത്, യഥാർത്ഥ സിഹിർ എന്ന് പറഞ്ഞാൽ അത് സിഹിർ ആവണമെങ്കിൽ തന്നെ ശൈത്താനെ പൂജിക്കണം. സിഹിർ ആകണമെങ്കിൽ ശൈത്താനെ പൂജിക്കണം. അതുകൊണ്ട് ആ സിഹിർ പഠിക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം അതാണ്. അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം യുഅല്ലിമൂനന്നാസ സിഹിർ, ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു. എന്താ സിഹിറിൽ പഠിക്കാനുള്ളത്? നമ്മളാരെങ്കിലും കോഴിമുട്ടമ കുത്തി വരച്ചിട്ട് കൊണ്ടുപോയിട്ടാൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതേസമയം സാഹിർ ചെയ്യുന്ന സിഹിറിൽ എന്താ അവന് പഠിക്കാനുള്ളത്? ശൈത്താനെ എങ്ങനെ ഹാജരാക്കാം, അവനെ എങ്ങനെ പ്രീതിപ്പെടുത്താം, അവന്റെ സഹായം എങ്ങനെ കിട്ടും, അവനെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് ഇവൻ പഠിച്ചെടുക്കണം. അത് എവിടുന്ന് പഠിക്കും? ശൈത്താന്റെ ഏജന്റുമാർ പഠിപ്പിച്ചു കൊടുക്കും. ഒരു സിദ്ധന് അതിനേക്കാളും വലിയ സിദ്ധം പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നു എന്ന് നോട്ടീസ് എടുക്കുന്നത്. ഇജാസത്ത് എന്നാൽ വലിയ ശൈത്താൻ എന്ത് ചെയ്യാ, സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഇതിപ്പോ ശൈത്താൻ ആളായിട്ടുണ്ട്. ആ ദർജയ്ക്ക് എത്തുമ്പോഴേ ഏത് തങ്ങളെ ഏത് പണിയും ഇവിടെ ഫലിക്കുള്ളൂ. അപ്പൊ ഈ തങ്ങന്മാരും മൂലന്മാരൊക്കെ ശൈത്താന്റെ ഏജന്റുമാരാണ്. സിദ്ധപ്പണിയുമായിരിക്കുന്ന എല്ലാ തങ്ങന്മാരും എല്ലാ ബീവിമാരും എല്ലാ കണക്കന്മാരും പണിക്കന്മാരും ഒക്കെ പിശാചിന്റെ ഏജന്റുമാരാണ്. അത് ഇജാസത്ത് പ്രകാരം നേടിയെടുക്കും. ആ ഇജാസത്ത് എന്താ? ശൈത്താനെ പ്രീതിപ്പെടുത്താനും അവനെ പൂജിക്കാനുമുള്ള വഴി ഓന്റെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഏത് സിദ്ധന്മാര് മരിക്കണ മുമ്പും ഒരു അവകാശിയെ ഉണ്ടാക്കി വെച്ചിട്ടേ പോവുള്ളൂ. ഒരു അവകാശം ഉണ്ടാക്കി വെക്കും. എന്നിട്ടേ പോലെ ഓൻ മരിച്ചാലും ശിർക്കിലേക്കുള്ള വലി ഇവിടെ നിൽക്കാൻ പാടില്ല. അതിനൊരാളവൻ ഉണ്ടാക്കി വെക്കും. ഇത് പഠിപ്പിച്ചെടുക്കലാണ്. ഈ പഠിച്ചുണ്ടാക്കി ശൈത്താനെ പൂജിച്ച് അവനെ ആരാധിച്ച് അവൻ ഇഷ്ടപ്പെട്ടവനായിട്ട് ശൈത്താന് ബോധ്യപ്പെടും, ഞാൻ ഇവനെ സഹായിച്ചാൽ ഇവനെ ഉപയോഗപ്പെടുത്തി ഈ നാട്ടുകാരെ ശിർക്കിലേക്ക് കൊണ്ടുവരാം. അപ്പോഴാണ് ശൈത്താൻ ഓനെ പ്രത്യക്ഷപ്പെടലും ഓനെ സഹായിക്കലും ഓനെ വേണ്ട ഏർപ്പാട് ചെയ്യലും ഒക്കെ. അത് 100 ആള് വരുമ്പോൾ ഒരാളത് ശരിയായാൽ മതി. എന്നാൽ അതിൻ്റെ മറവിൽ 1000 ആളെ വീണ്ടും ശിർക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതാണ് ഇവിടെ നടക്കുന്നത്. അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചു തന്നു. പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. റസൂല് പഠിപ്പിക്കുന്നതിന് മുമ്പും സിഹിറിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. സുലൈമാൻ നബിയുടെ കാലത്ത് സിഹിറുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിച്ചുവല്ലോ. മൂസാ നബിന്റെ കാലത്ത് സാഹിര്യങ്ങളെ പറ്റി അള്ളാഹ് പറഞ്ഞുവല്ലോ. അന്നുള്ള സിഹിറും അങ്ങനെ തന്നെയാണ്. അത് റസൂല് പഠിപ്പിച്ചു തരുന്ന മുമ്പും അങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടെയൊക്കെ പിശാചുക്കളുടെ ഏറ്റവും വലിയ അജണ്ട മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോകുക എന്നതാണ്. അതിന് എല്ലാ വഴിയും ഉപയോഗപ്പെടുത്താൻ അള്ളാഹ് അനുവാദം കൊടുത്തു. നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും നിന്റെ ശബ്ദം കൊണ്ടുമെല്ലാം നീ അവരെ വശീകരിക്കുക എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിൽ. അത് അവൻ ഉപയോഗപ്പെടുത്തും. ആ ഉപയോഗപ്പെടുത്തലിന്റെ ഭാഗമാണ് സിഹിർ, അതിന്റെ ഭാഗമാണ് ജ്യോത്സ്യം. ഇത് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന്മാർ പലപ്പോഴും ഈ സിദ്ധന്മാരെ പിന്നാലെ പോണത്. അവിടെ ചെല്ലുമ്പോൾ സിദ്ധം പറയും, നിങ്ങൾ പോരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും, പടച്ചറബ്ബേ ഇയാൾ ഭയങ്കര ഔലിയാട്ടോ, ഇയാൾ പറഞ്ഞ പോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ പൈശാചികമായ ഒരു ബന്ധമായിരിക്കാം അത്. അതിലൂടെ എന്താ ലാഭം? ഇയാളെ പറ്റി വലിയ ബഹുമാനായി. പിന്നെ അത് നാട്ടിൽ പ്രചരിച്ചു. നാട്ടുകാരെ മൊത്തം ഇയാളെ മുമ്പിലേക്ക് ഓടി. ഇപ്പൊ നമ്മളെ വേങ്ങര കോയപ്പാപ്പ എങ്ങനെ താജുലവരിയായത്? മൂപ്പഴത്ത് ഒരാൾ വന്നു, അയാൾക്ക് കോയപ്പാപ്പാനെ ഒരു വിശ്വാസമില്ലാത്ത ആളാണ്. അദ്ദേഹം അന്ന് ഞാനില്ല കുഞ്ഞിരുമതിനൊക്കെ പറഞ്ഞു കേൾക്കാം, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സംഭാവനയ്ക്ക് എന്നാൽ പൈസ തരും എന്നിട്ട് പറയും, കൂലി നിങ്ങൾ വായിക്കോളി, പരലോകത്തേക്ക് ഞാൻ പോരൂല എന്ന് പറയും. അത്രയും ഒരു ധിക്കാരിയായ മനുഷ്യൻ. അയാൾ നടന്നു പോകുമ്പോൾ കോയപ്പാപ്പ ചോദിച്ചു, ഇയാൾക്കന്ന് സ്വർണ്ണ ബിസ്ക്കറ്റിന് കച്ചവടാ, എടാ എൻ്റെ വീട്ടിൽ ബിസ്ക്കറ്റ് ഉണ്ടോ ചോദിച്ചു. ആ ഉണ്ടടാ എന്ന് ഇയാള്. അപ്പൊ കോയാക്ക ചോദിച്ചു, എത്ര ഉണ്ടടാ ചോദിച്ചു.
3 ഉണ്ടടാ പറഞ്ഞു. ഇല്ലടാ 2 ഉള്ളൂ പറഞ്ഞു. ഇയാൾ പോയി നോക്കുമ്പോൾ 2 ഉള്ളൂ. ഇയാളുണ്ട് ബേജാറ. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല, ചില മനുഷ്യന്മാർ ചില കഴിവൊക്കെ ഉണ്ട്. മൂപ്പര് കോയപ്പാപ്പനെ മുരീരായി കൂടി മൂപ്പര പറമ്പില കോയപ്പാപ്പനെ മറയത്. പിന്നെ അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടേക്ക് ഒറ്റ സഹായം ചെയ്തതോടുകൂടി അയാൾ താജുൽ ഔലിയായിട്ട് മാറി. പിന്നെ മൊത്തം മനുഷ്യന്മാര് വന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായി അത് മാറി. ഇങ്ങനെ ശിർക്കിലേക്ക് ആളെ കൂട്ടാൻ പിശാച് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് സിഹ്ർ. അത് റസൂലിന്റെ ഹദീസിൽ വന്നിട്ടില്ലെങ്കിലും റസൂൽ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പും സിഹ്ർ അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ശരിയല്ല. സുനീർ ഒന്നും കൂടി ആ കാര്യം പഠിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സിഹ്റുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളും ഹദീസുകളും അതിൽ മുസ്ലിം ലോകത്തെ കഴിഞ്ഞകാല പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എന്തു പരാമർശിച്ചു എന്ന് നോക്കിയാൽ തന്നെ കാര്യം ക്ലിയർ ആകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മളിവിടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയണം ഞാൻ പറയണം ഇല്ല, സംസാരിക്കുന്നുണ്ട്. ഇല്ല, അത് പ്രശ്നമില്ല, യാതൊരു പ്രശ്നവുമില്ല. യെസ്, അല്ല, യാതൊരു പ്രത്യസമ്മതമില്ല. നമ്മളെല്ലാ ബന്ധങ്ങളും നിരക്കണം. അത് എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്. എല്ലാ ബന്ധങ്ങളും നിരക്കണം. നമുക്ക് 100% ദീന് കാംക്ഷിച്ചുകൊണ്ട് മാത്രമുള്ള ചർച്ചകളും പഠനങ്ങളും അത് ഇനിയും തുടരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വരാം, വീട്ടിൽ വരാം. ഇനി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ അത് ബോധ്യപ്പെട്ടാൽ ക്ലിയർ ആക്കാനും തയ്യാറാണ്. ഇവിടെ ഫൈസൽ മുസ്ലിയാരെ കുറിച്ചായിരുന്നു ഇവിടെ ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ ഫൈസൽ മുസ്ലിയാർ അറിഞ്ഞുകൊണ്ടാണ് ജമിയത്തുൽ ഉലമയിലെ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ജമിയത്തുൽ ഉലമ നിലപാട് പുസ്തകങ്ങളും ഫത്വകളൊക്കെ ഇറക്കി വിടുന്നത്. ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഇപ്പോൾ ഇതിനു മുമ്പ് ഇറക്കിയ ഈ ജിന്നി പിശാച് റുഖിയ ശറയ്യ എന്നൊക്കെയുള്ള പുസ്തകം ഫൈസൽ മുസ്ലിയാരും ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരും അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഇതിനെതിരെ പ്രസംഗിക്കുന്നു, ഇതിനെതിരെ വരുന്ന ആളുകളോട് ഇതിനെതിരെ സംസാരിക്കുന്നു എന്ന് എല്ലാ ആളുകൾക്കും സംശയമുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, അറിഞ്ഞുകൊണ്ട് അതും കൂടി പറയാണ്ടൊരു ബാധ്യത ഉണ്ട്. അതായത് ജംഇയ്യത്തുൽ ഉലമയാണല്ലോ ജിന്ന് പിശാച് റുഖിയ ശറയ്യ എന്ന പുസ്തകം പുറത്തിറക്കിയത്. ആദ്യം 1-ാം പതിപ്പ് ഇറക്കി, ഇപ്പൊ സമ്മേളനത്തിന് 2-ാമത്തെ പതിപ്പും ഇറക്കി. ഇത് ജംഇയ്യത്തുൽ ഉലമ ഇറക്കുന്നു. ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പർ ആണല്ലോ ഈ ഉള്ളവനും. അപ്പൊ നിങ്ങളെല്ലാം കൂടി ഇറക്കിയൊരു ബുക്ക് പിന്നെ അതിനെതിരെ എന്തിനു പറയുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ജംഇയ്യത്തുൽ ഉലമക്ക് വൈജ്ഞാനിക രംഗത്ത് 3 സമിതിയുണ്ട്. ഒന്നാമത് അതിൻ്റെ ഒരു ഉന്നത സമിതി എന്ന് പറയുന്ന നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാരും നേതാക്കളും അടങ്ങുന്ന ഒരു ടീം. അവരാണ് ഈ രംഗത്തുള്ള ഉപദേശകന്മാർ. അതിൽ ഒരു പക്ഷേ മെമ്പർഷിപ്പ് ഉള്ളവരും ജാത്തലൊക്കെ ഉണ്ടാവാം. നമ്മളെ മുതിർന്ന പണ്ഡിതന്മാർ APTP അടക്കമുള്ള പറപ്പൂരെ പോലെയുള്ള അബ്ദുറഹ്മാൻ സലഫിയെ പോലെയുള്ള മുതിർന്ന പണ്ഡിതന്മാർ. രണ്ടാമത് അതിൻ്റെ ഒരു റിസർച്ചിങ് ബോഡി, അതായത് ദഅ്വ രംഗത്ത് സമൂഹത്തിലുള്ള ലൈവായ ഇഷ്യൂകൾ പഠിക്കുകയും അതിനെക്കുറിച്ചുള്ള സാധാരണ ഖുറാഫികളുടെയും അതിനെക്കുറിച്ചുള്ള ഖുറാഫികളുടെയും മടവൂരികളുടെയും ജമാഅത്തുകാരുടെയും എല്ലാം പുതിയ വാദങ്ങൾ കണ്ടെത്തി അതിനെ യഥാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ദഅ്വ ഫീൽഡിലുള്ള 14 പേർ. അതിലാണ് സക്കരിയ സ്വലാഹി, ജബ്ബാർ മൗലവി, അനസ് മുസ്ലിയാർ, ഹനീഫ് കായക്കുടി, ഞാൻ, അൻസാരി, മുനീർ മദനി അടക്കമുള്ള 14 പേരാണ് ആ വിങ്ങിലുള്ളത്. ആ വിങ് എല്ലാ മാസവും കൃത്യമായി പുളിക്കൽ ജാമിയ സലഫിയിൽ യോഗം ചേരുന്നു. ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഉന്നത ടീമിൽപ്പെട്ട ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം. അതിൽപ്പെട്ട 2-3 ആളുകൾ സ്ഥിരമായി വരാറുമുണ്ട്. ആ ടീമിലാണ് സാധാരണ വിഷയങ്ങൾ ചർച്ച വരാറുള്ളത്. ആ ടീമിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഈ വിഷയം ചർച്ച വന്നപ്പോൾ അന്ന് തീരുമാനിച്ചു, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പ്രബന്ധമാക്കി അവതരിപ്പിച്ച് അടുത്ത സിറ്റിങ്ങിൽ നമുക്ക് ആ വിഷയം എന്ത് ചെയ്യാം, പഠന വിധേയമാക്കാം. അങ്ങനെയാണ്. അത് ആര് അവതരിപ്പിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവതരിപ്പിക്കാം, പക്ഷെ ഹനീഫ് കായക്കുടി എന്നെ സഹായിക്കണം. അങ്ങനെ ഞാനും ഹനീഫ് കായക്കുടിയും കൂടെ ഹനീഫ് കായക്കുടിയുടെ വീട്ടിലും മനാൽ ഹുദായിലും എല്ലാം കൂടി ഇരുന്നിട്ടാണ് 18 പേജുള്ള ഈ പ്രബന്ധം തയ്യാറാക്കിയത്. ഇതിൽ 90% കായക്കുടിയുടെ ഇതാണ്, 95% ടൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് അദ്ദേഹമാണ്. ഇതാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തത്. ഇതിൽ യാ ഇബാദത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 3 പോയിന്റാണ്. ഒന്ന്, ഇതിൽ പറഞ്ഞു സംസാരിക്കൽ ഇതിൽ യാ ഇബാദത്തുമായി ബന്ധപ്പെട്ട് 3 കാര്യം പറഞ്ഞു. ഒന്ന്, യാ ഇബാദല്ലാ അഈനുന എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതാണ് 1-ാമത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ്, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും
അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിന് ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത് യാ ഇബാദല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാദിറായി പരിഗണിക്കണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. അപ്പൊ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇതെന്താണ് ഹാദിറായിട്ട് പരിഗണിക്കേണ്ടതാണ് എന്നവർ പറഞ്ഞു. എന്നാൽ ജിന്നും മലക്കുമല്ല, മലക്ക് മാത്രമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. മൂന്നാമത് പറഞ്ഞത് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ ഹദീസിൽ വന്ന പദങ്ങളിലും സാഹചര്യത്തിലും ഒതുങ്ങി നിൽക്കേണ്ടതുമാണ്. അത്തരം പദം മാത്രം ആ സാഹചര്യത്തിൽ മാത്രം പറയാം സ്വഹീഹാണെങ്കിൽ. പക്ഷെ സ്വഹീഹ് അല്ലാത്തതുകൊണ്ട് അതും പറയാനില്ല, നമുക്ക് വകുപ്പില്ല. ഇതിനു ശേഷം പിന്നീട് ചേർന്ന എക്സിക്യൂട്ടീവ് സമിതിയാണ് മറ്റേ സർക്കുലർ തയ്യാറാക്കി അയക്കുന്നത്. എക്സിക്യൂട്ടീവ് സമിതിയിൽ ഞങ്ങളാരുമില്ല. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 5-8 ആളുകൾ, അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, അതേപോലെ അബ്ദുറസാഖ് ബാക്കവിയുണ്ട്, പിന്നെ മായിൻകുട്ടി സുല്ലമയുണ്ട്, AP-യും TP-യും ഉണ്ട്. ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു സമിതി. ആ സമിതിയിൽ നിന്നാണ് മറ്റേ തീരുമാനം വരുന്നത്. ഈ 14 ആൾ ഉൾപ്പെട്ട ഈ സമിതിയിൽ അവതരിപ്പിച്ച പ്രബന്ധത്തിൽ യാ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഈ 3 പോയിന്റാണ് പറഞ്ഞത്. ജിന്നുമായി ബന്ധപ്പെട്ട സഹായം ചോദിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു തന്നെ ദുആഉം അതിന്റെ പര്യായമായ ഇസ്തിഗാസ, ഇസ്തിആന, ഇസ്തിആദ എന്നിവയും അല്ലാഹു അല്ലാത്ത ആരോടും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, അതാണ് കൊടുത്തത്. ദുആഉം അതിന്റെ പര്യായങ്ങളായി വരുന്ന ഇസ്തിആദത്ത്, ഇസ്തിഗാസ, ഇസ്തിആന എന്നിവയും അല്ലാഹു അല്ലാത്ത ആരോടും, മനുഷ്യൻ, മലക്ക്, ജിന്ന് നടത്താൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ദുആഉം അതിന്റെ പര്യായമായ ഇസ്തിഗാസയും, അതിന്റെ പര്യായമായ ഇസ്തിഗാസ ഏതാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് എവിടേക്ക് പോയാലും ശിർക്ക് തന്നെ, ആരിലേക്ക് പോയാലും ശിർക്ക് തന്നെ. അത് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനോട് ചെയ്താലും ശിർക്ക് തന്നെ. ഇപ്പൊ സായിബാബ മുന്നിലുണ്ട്, ആ സായിബാബയുടെ ഇവിടെ പ്രാർത്ഥിച്ചാൽ അതും ശിർക്ക് തന്നെ, അതിൽ സംശയമില്ല. അല്ലാത്തത് ശിർക്ക് വരാത്തതുണ്ട്, പക്ഷെ ശിർക്ക് വരാത്ത എല്ലാം ചെയ്യാം എന്നല്ല. മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കാൻ അർത്ഥമല്ല. വ്യഭിചാരം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാമെന്ന് അർത്ഥമല്ല. ഭൗതികമായത് ആണ് എന്ന് പറഞ്ഞാൽ ഭൗതികമായതൊക്കെ ചോദിക്കാമെന്ന് അർത്ഥമല്ല. ഇപ്പൊ ഒരാൾ കൈക്കൂലി ചോദിച്ചു, എന്താ വിധി? ഹറാമാണ്, ഭൗതികമായ ചോദ്യമാണ്. വ്യഭിചരിക്കാൻ പെണ്ണിനോട് ചോദിച്ചു, അത് ഹറാമാണ്, ഭൗതികമാണ്. അപ്പൊ ഭൗതികമാണെന്ന് പറയുമ്പോഴേക്ക് അപ്പൊ ചെയ്യാന്ന് പറഞ്ഞു എന്നതിനർത്ഥമല്ല. അഭൗതികമാകുമ്പോഴേ ശിർക്ക് വരൂ. ഭൗതികമായതിൽ ഹറാമായതുണ്ടാകും, അല്ലാത്തതുണ്ടാകും. അത് ഓരോ സംഗതിയുടെ ഹുക്മ് അതിനനുസരിച്ച് എന്ത് ചെയ്യും പണ്ഡിതന്മാർ വിശദീകരിക്കും. ഏതായിരുന്നാലും ജംഇയത്തുൽ ഉലമയിൽ പണ്ഡിതോചിതമായി ചർച്ച ചെയ്ത ആ വിങ്ങിൽ ഇതാണ് ഉള്ള തീരുമാനം. പിന്നെ അതിന്റെ എക്സിക്യൂട്ടീവ് സമിതി എന്ന് പറയുന്ന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾ, അവരാണ് KNM-ഉം KJ-യും എല്ലാം ഇപ്പോൾ ഉള്ളത്. അവരാണ് യഥാർത്ഥത്തിൽ ഈ തീരുമാനം പാസ്സാക്കി സർക്കുലറാക്കി അയച്ച് നാം അതിന് ചോദ്യം ചെയ്യുന്നില്ല. അത് അവരും മറ്റുമായിക്കോട്ടെ. ഏതായിരുന്നാലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കഴിഞ്ഞ 12 വർഷം തൗഹീദിലേക്ക് വന്നതിന് ശേഷം, മുജാഹിദായതിനു ശേഷം അന്നുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരു ഹർഫ് പോലും ഈ ഉള്ളവൻ തെറ്റിയിട്ടില്ല. മുജാഹിദായി വന്ന അന്ന് മുതൽ ഉള്ള വിശ്വാസം എന്തോ ആ വിശ്വാസം തന്നെയാണ് ഇന്നും എനിക്കുള്ളത്. ഒരു ഹർഫ് പോലും തെറ്റിയിട്ടില്ല. ശിർക്കാണെന്ന് ഏതൊക്കെ പറഞ്ഞോ അതൊക്കെ അന്നും ഇന്നും ശിർക്കാണ്. ശിർക്കല്ല എന്ന് അന്ന് ഏത് പറഞ്ഞോ അത് അന്നും ഇന്നും ശിർക്കല്ല. അതിൽ വസിയത്തു ശിർക്കായതുണ്ട്. ഇപ്പൊ ലജ്നയുടെ ഫത്വ തന്നെ ആ വിഷയത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയായ ലജ്നത്തുൽ ഇഫ്ത അവർ അങ്ങനെ തന്നെ ഫത്വ കൊടുത്തു, ഇത് വസിയത്തു ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാ ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കമുള്ള ആളുകൾ രേഖപ്പെടുത്തി, ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നിയി ബിഅയ്യി നൗഇൻ മിനൽ ഇസ്തിഖ്ദാമി, ഒരു തരത്തിലുമുള്ള ഉപയോഗപ്പെടുത്തൽ ജിന്നുമായി ബന്ധപ്പെട്ട് അനുവദനീയമല്ല. ലിഅന്ന ദാലിക മിനൽ ഇസ്തിഗാസത്തി ബിൽ ജിന്നി വശയാത്തീൻ, അത് ജിന്നിനോടും ശൈത്താനോടും ഇസ്തിഗാസയാണ്. വഹിയ മുഹറമത്തുൻ, അത് ഹറാമാണ്. വവസീലത്തുൻ മിൻ വസായിലി ശിർക്കി, ശിർക്കിലേക്കുള്ള വഴികളിൽപ്പെട്ട ഒരു വഴിയുമാണ് എന്ന് അവർ വ്യക്തമാക്കി. അത് നമ്മളൊക്കെ അംഗീകരിക്കുന്നുവെന്നല്ലാതെ അതിനപ്പുറം ശിർക്കിനെ ശിർക്കല്ലാതാക്കാനോ അതേപോലെ ഹറാമായത് ഹലാലാക്കാനോ നാം ആരും ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും ഇത്രയേറെ തൗഹീദിന് വേണ്ടി
കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച് ശരിയായില്ല എന്നാണ് എനിക്ക് ഇനിയും സൂചിപ്പിക്കാനുള്ളത്. വല്ലാത്ത വേദനയുണ്ട്, പ്രയാസമുണ്ട്. അത് സഹിക്കവയ്യാത്ത കൊണ്ട് മാത്രമാണ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഒറ്റയ്ക്കിറങ്ങി എല്ലാം ഞാൻ സ്വയം വഹിക്കാൻ തയ്യാറായാലും വേണ്ടില്ല എന്ന നിലക്ക് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. തെറ്റിദ്ധരിക്കരുത്, ഇതൊരിക്കലും സംഘടനയ്ക്ക് വിരുദ്ധമല്ല, KNM വിരുദ്ധമല്ല, ജമിയത്തുൽ ഉലമയ്ക്ക് വിരുദ്ധമല്ല. അതേസമയം എൻ്റെ ഭാഗത്ത് യാതൊരു പ്രയാസവും യാതൊരു തെറ്റും വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുള്ളത് കൊണ്ട് മാത്രം ആണ് ഇത് പറയേണ്ടി വന്നത്. അല്ലാതെ ഇതിൽ ആദർശരംഗത്ത് യാതൊരു അബദ്ധവും യാതൊരു വ്യതിയാനവും യാതൊരു വൈകല്യവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏതായിരുന്നാലും അതെ, അപ്പൊ നേരത്തെ വായിച്ചത് ലജ്നയുടെ ഫത്വയാണ്. നേരത്തെ സുനീർ പറഞ്ഞു വിളിച്ചു നിർത്താൻ പറഞ്ഞാലും അതേപോലെ ആവശ്യങ്ങൾ പറഞ്ഞാലും ശിർക്കാണെന്ന് ലജ്ന പറഞ്ഞു. അതേ ലജ്നയാണ് ഇതും പറഞ്ഞത്. അപ്പൊ ചോദിക്കുന്ന ആളുടെ വിശ്വാസവും സന്ദർഭം അനുസരിച്ച് ഫത്വകൾ മാറും. ഫത്വ എന്ന് പറഞ്ഞാൽ പൊതു നിയമമല്ല. ഒരാൾ ചോദ്യം ചോദിച്ചാൽ അയാളെ വിസ്തരിച്ച് അയാളുടെ വിശ്വാസം അന്വേഷിച്ച് അയാളുടെ സാഹചര്യം മനസ്സിലാക്കി അതിനാണ് ഫത്വ കൊടുക്കുക. അല്ലാഹു റസൂൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നോമ്പുകാരനായി ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ? നബി പറഞ്ഞു പറ്റൂല. വേറെ ആൾ ചോദിച്ചു, നബിയെ ചുംബിക്കാൻ പറ്റുമോ? പറ്റും. എന്താ കാരണം? ഒരാൾ ചെറുപ്പക്കാരനാണ്, മറ്റാൾ വയസ്സനാണ്. അപ്പൊ ചെറുപ്പക്കാരനോട് പറഞ്ഞു പറ്റൂല, ഓൻ ചുംബിച്ചാൽ അയിമ നിൽക്കൂല, ഞാൻ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. വയസ്സമ്മ ചോദിച്ചപ്പോൾ തന്നെ ചെയ്തോ, കാരണം ഓനെ പറ്റി പേടിക്കാനില്ല. അപ്പൊ അത് ആളുടെ ചോദ്യത്തിനും അയാളുടെ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി എന്ത് ചെയ്യും, ഇത് പറയേണ്ടി വരും. അതാണ് അന്ന് ഖബർ സിയാറത്ത് പാടില്ല എന്ന് പറഞ്ഞത്. അന്ന് വസിയത്ത് ശിർക്കാണ്. പിന്നെ ഖബർ സിയാറത്ത് സുന്നത്ത് എന്ന് പറഞ്ഞു, കാരണം വസീല അല്ലാതായി മാറി. ഇപ്പോഴും ഒരു പക്ഷേ ഇവിടുന്ന് AP സുന്നിന്റെ ഖബർ ഒരു സിയാറത്ത് ഇട്ടുകൊണ്ട് വണ്ടി പോവുകയാണെങ്കിൽ നമ്മോട് കയറാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ആ വണ്ടി പോകാൻ പാടില്ല എന്ന് പറയും. എന്തുകൊണ്ട്? ആ വണ്ടിയിൽ പോയി 4 ദിവസം കറങ്ങി വരുമ്പോഴേക്ക് ഓൻ ശിർക്ക് പോയി ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓൻ ആ വഴി പാടില്ല എന്ന് പറയും. അതേപോലെ ഒരു ആൾ ദൈവം നടത്തുന്ന ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്താ പറയാ, അല്ലാത്ത ഹോസ്പിറ്റൽ എത്ര ഉണ്ട്, എന്തിനാ അങ്ങോട്ട് പോണത് എന്നേ പറയുള്ളൂ. അതേസമയം 2 ആഴ്ച അവിടെ കിടന്ന് ചികിത്സ തേടി തിരിച്ചു വരുമ്പോഴേക്ക് ആ ആൾ ദൈവത്തെക്കുറിച്ച് ഇയാൾക്കൊരു മതിപ്പോ ഒരു വിശ്വാസമോ ഉണ്ടാകാൻ വല്ല പഴുതുമുണ്ടെങ്കിൽ അയാൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ പാടില്ല, ചികിത്സ തേടാനും പാടില്ല. ഭൗതിക ചികിത്സയാണെങ്കിൽ പോലും അയാൾ പണം ചെലവാക്കിയിട്ടാണെങ്കിൽ പോലും ആ പോക്കന്നെ ഹറാമാണ്. അങ്ങനത്തെ ഒരു പേടിയില്ല. ഓൻ തൗഹീദിലുള്ളവനാണ്, ഈ ആൾ ദൈവത്തിനെതിരെ പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾ കൊടുക്കുന്നത് ഫ്രീ ആയത് കുറച്ച് ഞാനും വാങ്ങുക എന്ന നിലയ്ക്കേ ഉള്ളൂവെങ്കിൽ ആ ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് അയാൾക്കെതിരെ പ്രസംഗിക്കാലോ എന്ന് വിചാരിക്കുകയാണെങ്കിലോ ഒരു കുഴപ്പവുമില്ലതാനും. അപ്പൊ ആ നിലക്കാണ് ഫത്വകൾ വരിക. ചോദിക്കുന്ന ആളുടെ വിശ്വാസം എന്ത്, അതാണ്. രാത്രി കിടക്കാൻ പോകുമ്പോൾ സ്ഥിരമായി ഇന്ന് രാവിലെ വിളിച്ചോടത്തനെ ജിന്നെ എന്ന് ചോദിക്കാൻ പറ്റുമോ എന്നാണ് അവിടുത്തെ ചോദ്യം ഉള്ളത്. അപ്പോഴാണ് പറ്റൂല, അത് ശിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ചോദിക്കുന്ന ആളുടെ വിശ്വാസവും അയാളുടെ രീതിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് സാധാരണ ഫത്വകൾ കൊടുക്കാറുള്ളത്. അതാണ് ഫത്വ. എന്ന മതവിധികൾ കൃത്യമായി കിതാബിൽ ഒരു വേറെ രേഖപ്പെടുത്തുകയും ചെയ്യും. പിന്നെ സാധാരണക്കാരൻ്റെ ചോദ്യമാകുമ്പോൾ ആ സാധാരണക്കാരന് ഉത്തരം കൊടുത്താൽ ഈ ഉത്തരം കൊണ്ട് തെറ്റിപ്പോകാൻ ഒരു പഴുതുമില്ലാത്ത മറുപടിയെ ഒരു പണ്ഡിതന് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അത്തരം മറുപടിയാണ് പണ്ഡിതന്മാർ കൊടുക്കാറുമുള്ളത്. ഏതായിരുന്നാലും തൗഹീദിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു വന്ന നിങ്ങളുടെ വേദന അത് അസ്ഥാനത്താണ് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. തെറ്റിയിട്ടില്ല, ഞാനും തെറ്റിയിട്ടില്ല, മനാൾ ഹുദയും തെറ്റിയിട്ടില്ല, അവിടുത്തെ കുട്ടികളും തെറ്റിയിട്ടില്ല. തെറ്റിദ്ധാരണയാണ് പലരും പറഞ്ഞു പ്രചരിപ്പിച്ചു. മനാറൊന്നാകെ ജിന്നിന്റെ പിന്നാലെയാണ്, മനാറൊന്നാകെ ജിന്നിനോട് തേടാൻ പോവുകയാണ്, അവരൊക്കെ ഇനി എവിടെയും പോയി പെട്ടാൽ ഞാൻ ഇബാദത്ത് വിളിക്കുമെന്നൊക്കെ പലരും വിചാരിച്ചപ്പോൾ അവർ ബേജാറായി, റബ്ബേ പിന്നെ എന്തിനാ സ്ഥാപനം, എന്തിനാ നടത്തുന്നത് എന്ന് അവർ ബേജാറായി. ആ ബേജാറിനെ നാം ചോദ്യം ചെയ്യുന്നില്ല, ആത്മാർത്ഥത കൊണ്ടാണ്. പക്ഷേ അത്തരമൊരു അബദ്ധവും അത്തരമൊരു അപകടവും ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടെ തീർത്ത് പറയുന്നു. അതുകൊണ്ട് ഇത്തരം പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് നേരെ ചോദിക്കാം, അന്വേഷിക്കാം എന്നുകൂടി പറയുന്നു. കൂട്ടത്തിൽ കാലം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ MSMന്റെ 2 പ്രവർത്തകന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൽപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹം മരണപ്പെട്ടുവെന്ന വിവരം വന്നിട്ടുണ്ട്. മൗലാന ഹോസ്പിറ്റലിലാണ് മയ്യത്തുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല 11:30 മണിക്കാണ്, പാണ്ടിക്കാടാണ് വീട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഏതായിരുന്നാലും പറഞ്ഞു വന്നത് ശിർക്ക് എന്നത് വലിയ ഗൗരവമാണ്. അതുപോലെ തന്നെ ഗൗരവമാണ് ശിർക്ക് ആരോപണവും. ശ്രദ്ധിക്കുക. അതുപോലെ ഗൗരവമാണ് ശിർക്ക് ആരോപണവും. അപ്പൊ ശിർക്കില്ലാത്ത ഒരാളെ കുറിച്ച് ശിർക്കും കുഫറും ആരോപിക്കുമ്പോൾ അത് തന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ളത് കൂടി ഗൗരവമായി നമ്മൾ കാണണം. അതുകൊണ്ട് വന്ന തെറ്റിദ്ധാരണകൾ നീങ്ങി ആ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ
പുനഃസ്ഥാപിച്ച് നല്ല പഴയ രൂപത്തിൽ തന്നെ അതിനേക്കാൾ ഭംഗിയായി മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാ ഇത്തരം വേദികൾ ഇവിടെ അവസാനിക്കരുത്. ഇനിയും ഇൻഷാ അല്ലാ ഇത്തരം വേദികൾ എല്ലാ നാടുകളിലുമായി നമുക്ക് സംഘടിപ്പിക്കണം. നമ്മുടെ സഹോദരന്മാരുടെ തെറ്റിദ്ധാരണകൾ അകറ്റാൻ അതൊരു അവസരമായെങ്കിൽ എന്ന നിലക്ക് നാം ആ വഴിക്ക് ചിന്തിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അത്തരം വേദികൾ ഇനിയും ഉപയോഗപ്പെടുത്താം. ഇവിടെ തന്നെ ചോദിക്കാമെന്ന് ഒരുപാട് ആളുകൾക്ക് ചോദിക്കാൻ അവസരം കിട്ടാതെ പോയിട്ടുണ്ട്. വളരെ പ്രയാസപ്പെട്ട് വിദൂര ദേശങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചോദിക്കാമെന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അവസരമുണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കുന്നു. അല്ലാഹു തആല തൗഹീദിൽ അടിയുറച്ച് നിൽക്കുവാനും ശിർക്കിന്റെ ഒരു അംശം പോലുമില്ലാതെ മുവഹ്ഹിദായി ജീവിച്ച് മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ارحم موتانا اللهم ارحم موتانا اللهم ارحم موتانا يا ارحم الراحمين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه اجمعين والحمد لله رب العالمين. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ്. തർക്കിക്കാൻ വേണ്ടി വേണ്ട കേട്ടോ, തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞുതരാം. ഖവാരിജിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കണ്ടാ കൊന്നോളി, കൊന്നോൽക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ ഖവാരിജിയാക്കൾ. അതുകൊണ്ട് ഞാൻ കൊല്ലാൻ പറഞ്ഞൊന്നും പറയരുത്. ഖവാരിജിയാക്കൾ പറഞ്ഞത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? വൻ പാപങ്ങൾ ചെയ്തവൻ കാഫിറാണ് എന്ന് ഖവാരിജിയാക്കൾ പറഞ്ഞു. അഹ്ലുസുന്ന പറഞ്ഞത് അവർ കാഫിറല്ല, അവർ മുസ്ലിങ്ങളാണ് എന്നാ പറഞ്ഞത്. ഷിർക്ക് വന്നാലേ കാഫിറാവുള്ളൂ എന്നുള്ള കാര്യം. അല്ല ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഹദീസ് ലൈഫ് തന്നെയാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കരുത് എന്ന് തന്നെ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഒരു ദീനിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന സദസ്സാണല്ലോ. അതുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിലും സംശയം തീർക്കാനാണെങ്കിലും ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കുക. ഇവിടെ നടത്തിയവർ ഇവിടെ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ സ്റ്റേജിലേക്ക് വന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അത് ഖുറാഫികളുടെ സംസ്കാരമല്ലേ. ആ ഖുറാഫിയത്തിലേക്ക് നിങ്ങൾ പോണ്ട, ഖുറാഫികളെ പോലെ ആവണ്ട. അതുകൊണ്ട് നമ്മൾ സലഫികളുടെ സംസ്കാരം ഉൾക്കൊള്ളുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഉത്തരം തൃപ്തികരല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് ചോദിച്ചോളൂ. ഫിത്ന ഉദ്ദേശിക്കരുത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കരുത്. അള്ളാഹു കുഴപ്പക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ NV സക്കരിയാക്ക പറഞ്ഞത് അഹ്മദ് ബിൻ ഹംബലും അവരിലൊന്നും ഞങ്ങൾ ശിർക്ക് ആരോപിക്കുന്നില്ല എന്നാണ്. അതിനുള്ള ഒരു കാരണം, അവരൊന്നും കേരള നദ്വത്തുൽ മുജാഹിദിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരല്ല. ആണെങ്കിൽ അവർ പുറത്താവുമായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ആ ശിർക്കാരോപണം സംഘടനാ ബേസാന്നുള്ളത് അറിയാത്ത ആരാ ഉള്ളത്? ഇവിടെ ഈ വിഷയം വലിയ കോലാഹലത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ. അവരെഴുതിയതാ ഞാൻ നേരത്തെ വായിച്ചത്, പാലത്തെഴുതിയത്. എന്റെ ഉമർ മൗലവിക്ക് ഈ ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ, ആരങ്ങനെ വെറുതെ സങ്കല്പിക്കാൻ പറഞ്ഞത്? ശരീഅത്തിലെ ഏത് നിയമം അനുസരിച്ചാ വെറുതെ സങ്കല്പിക്കലുള്ളത്? അങ്ങനെ ഒരു കായിദുണ്ടോ ഇസ്ലാമില്? പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലമുതിർന്ന പണ്ഡിതന്മാർ ഈ ഹദീസ് സഹീഹാണെങ്കിൽ എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഈ ഹദീസിന്റെ മത്തിനെ നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്ക് തെളിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് സഹീഹും ലഈഫും ഒക്കെ അപ്പുറത്ത് നിൽക്കട്ടെ, മത്തിന് രണ്ടാണെങ്കിലും നിങ്ങൾ പറഞ്ഞതിനോട് ഇത് ഒരു നിലക്കും യോജിക്കുന്നില്ല എന്ന് പറയാനാണ്. ഇത് പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലമുതിർന്ന പണ്ഡിതന്മാരൊക്കെ വിവരക്കേട് ചെയ്തു എന്ന് പറയാൻ മാത്രമുള്ള അല്പത്തരം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാതിരുന്നത്. എത്ര പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ ഹദീസ് സഹീഹാണെങ്കിലും അല്ല വഈഫാണെങ്കിലും സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇതിന്റെ മത്നിൽ പ്രാർത്ഥനയില്ല എന്ന് പറയുന്നിടത്ത് അവിടെ ഹയ്യും ഹാദിറും ഖാദിറുമായ മലക്കുകളെയും ജിന്നുകളെയുമാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്.
കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. NV സക്കരിയ സാഹിബിന് വാദമുണ്ടോ ഈ ഹദീസിന്റെ മത്തനിൽ ഇബാദല്ലയിൽ ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ ശിർക്കാകും എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അങ്ങനെ പറയും. അല്ലാതെ ജിന്നും മലക്കുണ്ടെങ്കിൽ എന്നല്ല, ദുആ ഉണ്ടെങ്കിൽ ശിർക്കാവും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ദുആ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ മലക്കിനെ ഉദ്ദേശിച്ചാലും ജിന്നിനെ ഉദ്ദേശിച്ചാലും ഇന്നമാ യുഫീദു നിദാഅ ഹാദിരിൻ, ഒരു ഹാളിറായ വിളിക്കുന്ന ആളുകളുടെ ഒരു നിദാഅേ ഉള്ളൂ, ദുആ ഇല്ല, പ്രാർത്ഥനയില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി. അക്കാര്യം നമ്മൾ സുന്നികൾക്ക് പറഞ്ഞു കൊടുത്താൽ, ഗായിബുകളെയും മയ്യത്തുകളെയും വിളിക്കുന്ന സുന്നികളെ ഇതിൽ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് ബദരീങ്ങളെയും മൊയ്തീ ശൈഖിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇതിനെ തെളിവാക്കരുതെന്ന് പറഞ്ഞാൽ അതിലെന്ത് കുഴപ്പമാണ് നിങ്ങൾ കണ്ടത്? എന്ത് കുഴപ്പമാണ് നിങ്ങൾ കണ്ടത്? അതുകൊണ്ട് ആ നിലക്ക് ഇവിടെ എക്കാലഘട്ടത്തിലും ഞാൻ സംസാരിച്ച് നിങ്ങൾ സംസാരിക്കാം. മാ വല്ല ഖൗമുൻ ബഅദ ഹുദൻ ഇല്ലാ ഊതു കാനു അലൈഹി ഇല്ലാ ഊതു അൽ ജദൽ. ഹിദായത്തിൽ ഉണ്ടായിരുന്ന ഏതൊരു സമൂഹവും വഴിപിഴച്ചത് തർക്കം കൊണ്ടാ. തർക്കിക്കണ്ട, ഞാൻ പറയാണ്. അപ്പോ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇത് ഹാദിറായ ജിന്നുകളോ മലക്കുകളോ ആണ് ഉദ്ദേശം, ഗായിബുകളില്ല, മയ്യത്തില്ല എന്ന് വിശദീകരിച്ചത് ശിർക്കിനല്ലാതാക്കാനാണ്. ആ സത്യസന്ധത കേരളത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പേരിൽ അതിൽ മലക്കും ജിന്നിനെയും ഉദ്ദേശിക്കുക വഴി അവർ ശിർക്ക് ചെയ്തിരിക്കുന്നു, ഇസ്ലാം എന്ന് പുറത്താണ്, അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അവരെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഏത് ഇസ്ലാമിന്റെ യുക്തിന്യായവും ഏത് ദലീലിന്റെയും ഏത് നീതിബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങളത് സംസാരിക്കുന്നത്? ഇക്കാലഘട്ടത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഉമർ മൗലവി പറഞ്ഞതും അബ്ദുറഹ്മാൻ മദനി പാലത്ത് പറഞ്ഞതും ചെറിയ മുണ്ടം പറഞ്ഞതും അത് തന്നെ സക്കരിയ സലാഹിയും അബ്ദുൽ ജബ്ബാർ മൗലവിയും പറയുമ്പോൾ മാത്രം അത് തെറ്റായി പോകുന്ന ഖായിദ എവിടുന്നാണ്? അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച ഖായിദ ഇതിലില്ലാതെ പോവരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഹഫളത്തിന്റെ മലക്കുകൾ ഹാളിറാണ്. ഞാൻ പറഞ്ഞു എന്നല്ല, ഞാൻ പറഞ്ഞതല്ല, സുലൈമാൻ ഇബ്നു സഹ്മാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. ഹഫളത്തുകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഗായിബാണ്, ധരിക്കണ്ടെന്ന് പറയാനാ അത് പറഞ്ഞ്, അല്ലാതെ മലക്കിനെ വിളിച്ചോന്ന് പറയാനല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. അവിടെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മലക്കുകളെ, ഹഫളത്തിന്റെ മലക്കുകൾ ഹാളിറാണെങ്കിലും കാണാൻ പറ്റൂല, കാണാൻ പറ്റാത്തതിനെയൊക്കെ ഗായിബാണെന്ന് കരുതണ്ടാന്ന് പറയാനാ അത് പറഞ്ഞത്. അല്ലാതെ മലക്കുകളും ജിന്നുകളൊക്കെ എപ്പോഴും ഹാളിറാണ്, അവരോട് തന്നെ തേടിക്കോളി എന്ന് പറയാനല്ല. അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച, സലഫികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ച, മുവഹിദുകളുടെ ഗ്രന്ഥങ്ങൾ വായിച്ച ഒരാളും അത് പറയുകയില്ല. പിന്നെ ഇബ്നു ബാസിനെ പറ്റി പറഞ്ഞു. ഇബ്നു ബാസ് നിങ്ങളെപ്പോലെ തോന്നുമ്പോ വൈരുദ്ധ്യം പറയുന്ന ആളല്ല. 2001 പറയാ ഒന്ന് പറയാ, 2007 വേറെ പറയാ, 2012 വേറെ പറയാ, അങ്ങനെ സാഹചര്യവും ആളെയും തരവും നോക്കി മാറ്റി മാറ്റി പറയുന്ന ആളല്ല. ഇബ്നു ബാസിനോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സുഇല ശൈഖുനാ അൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഇബ്നു ബാസ് നൽകിയ മറുപടി ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് മഹല്ലു നവറിൻ ഫീ സിഹ്ഹതിഹി ഖദ് യകൂനു മിനൽ മലായികതി വമിൻ മുഅ്മിനിൽ ജിന്നി ഫഇന്നഹും ഹാളിറൂന ലൈസ ദുആഅൻ ലിഗായിബിൻ. ഇത് ഇബ്നു ബാസ് പറഞ്ഞ വാക്കാ. അദ്ദേഹം എന്താ പറഞ്ഞത്? മലക്കാണ്, ജിന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശം അവർ ഹാളിറാണ്, ഗായിബിനോടുള്ള ദുആദിലില്ല എന്ന്. ഇബ്നു ബാസ് നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യ. ഒരു ചോദ്യം ഒരു പണ്ഡിതനോട് ചോദിക്കുമ്പോ ചോദ്യകർത്താവിന്റെ നാടും ചോദ്യകർത്താവിന്റെ പരിസരവും ചോദ്യകർത്താവിന്റെ ഭൂമികയിലും നിന്നുകൊണ്ട് പണ്ഡിതന്മാർ മറുപടി പറയൂ. അപ്പൊ ചില ചോദ്യത്തിന് അവരുടെ പ്രവൃത്തി ശിർക്കാണെന്ന് ഒരു മുഫ്തിക്ക് തോന്നിയാൽ അദ്ദേഹം അത് ശിർക്കാണെന്ന് പറയും. അതിൽ യാതൊരു വിരോധവും ഇല്ല. ഫത്വ വേറെ, ഹുക്മ് വേറെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അദബു സുആൽ എന്നൊരു ഗ്രന്ഥം ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖിനുണ്ട്. അദബു സുആൽ, ചോദ്യത്തിന്റെ മര്യാദ, അദബ്. ആ അദബു സുആലിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒന്നുണ്ട്. നിങ്ങൾ ഒരു ആലിമിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ആലിമ് പല നിലക്കും മറുപടി പറഞ്ഞേക്കാം. ചോദ്യകർത്താവിന്റെ ഭൂമികയും പൂർവ്വകാല സാഹചര്യവും ഒരു നാട്ടിലെ സമ്പ്രദായങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഒരു ആലിമ് ഫത്വ നൽകുക. എന്നിട്ട് അദ്ദേഹം പറയാ, പ്രത്യേകിച്ചും നിങ്ങൾ മൊബൈൽ ഇപ്പൊ വിളിച്ചു ഫത്വ ചോദിക്കല്ലോ, അദ്ദേഹം പറയാ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പറയണം. കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഉത്തരം വേറെയും റെക്കോർഡ് ചെയ്യാത്തപ്പോൾ പറയുന്ന ഉത്തരം വേറെയായിരിക്കുന്ന. എന്തുകൊണ്ടാണ്? ആമായ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനൊരു ഫത്വ കൊടുക്കണം. എന്നാൽ ഖാസായ ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ വ്യക്തികളുടെ അഖീദ അനുസരിച്ചും വ്യക്തികളുടെ സാഹചര്യം അനുസരിച്ചും നാടിനനുസരിച്ചും ഫത്വയിൽ വ്യത്യാസം ഉണ്ടാവും.
ഫത്വയൊന്ന് വേറെ, ഇസ്ലാമിലെ മസ്അലകൾ വിശദീകരിക്കുന്ന കായിദകൾ വേറെ. ആ കായിദകളിൽ പണ്ഡിതന്മാർ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തന്ന വിഷയമാണ് സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക, മയ്യത്തിനോട് ചോദിക്കുക, ഗായിബിനോട് ചോദിക്കുക. അതാണ് ശിർക്കാവാനുള്ള മാനദണ്ഡം. ഇക്കാര്യമാണ് നമ്മൾ പറഞ്ഞത്. യാ ഇബാദല്ലാഹി ഐനൂനി വിശദീകരിക്കുന്നിടത്തിലും നമ്മൾ ഈ മാനദണ്ഡം പറഞ്ഞു. ഈ മാനദണ്ഡം അഖീദയുടെ കിതാബിൽ ഇല്ലാത്ത ഒരു കിതാബും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ ഈ 3 ഖായിദയാണ് പറഞ്ഞത്. ഹയ്യാവണം, ഹാദിറാവണം, ഖാദിറാവണം, എങ്കിൽ അവിടെ ശിർക്ക് വരുന്നില്ല എന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വിഷയം, ഒരു വലിയ കളവ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതെന്നാണ് നമ്മൾ പണ്ടേ പറഞ്ഞു വന്നത്, അള്ളാഹുവിന് മാത്രം കഴിയുന്നത് നിങ്ങൾ കൂട്ടിച്ചേർത്താണ്. അദ്ദേഹം വേറൊന്ന് പറയുകയും ചെയ്തു. എന്റെ പ്രഭാഷണം ശരിക്കും ശ്രദ്ധിച്ചു കേട്ടുന്നു. 2-ൽ ഒന്നേ നടന്നിട്ടുള്ളൂ. 2-ൽ ഒന്നേ നടന്നിട്ടുള്ളൂ. കാരണം ഞാൻ KM മൗലവിന്റെ ഫത്വ വായിച്ചിരുന്നു. KM മൗലവി ഇന്ന് ഉള്ള ആളല്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ KM മൗലവി ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഖുറാഫാത്താവും. നേരത്തെ പറഞ്ഞ ശിർക്കിൻ്റെതിൽ വരും. അങ്ങനെയല്ല, അദ്ദേഹം വളരെ മുമ്പേ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫത്വ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇவ்விதം കാര്യങ്ങൾക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ പാപങ്ങൾ പൊറുക്കുക, ചൊവ്വായ വഴിയിലേക്ക് ചേർത്ത് തരിക, മഴയെ ഇറക്കുക, ദീനങ്ങൾ ശിഫയാക്കുക, ആപത്തുകളെയും ബലായുകളെയും തട്ടിക്കളയുക, അവയെ നീക്കി രക്ഷപ്പെടുത്തുക, ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു സഹായിക്കുക, ആദിയായി അള്ളാഹുവിന് മാത്രം ശക്തിയുള്ള. KM മൗലവി പുതുമക്കാരനോ പഴമക്കാരനോ? നിങ്ങൾ പറയും. ഈ നിർവചനം KM മൗലവി എവിടുന്ന് പറഞ്ഞു? അള്ളാഹുവിന് മാത്രം ശക്തിയുള്ള, അവന്റെ ഖജാനകളിൽ മാത്രമുള്ള വിഷയങ്ങളിൽ. ഇത് പുതിയ നിർവചന KM മൗലവി പറഞ്ഞതാ. അതിനുശേഷം വന്നിട്ടുള്ള ആളുകളതൊക്കെ ഞാൻ ഉദ്ധരിച്ചു. കേസറ്റ് ഒന്നുകൂടി കേട്ടാൽ മതി. അപ്പോൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലാണ്. നമ്മൾ കൃത്യമായി ഈ വിഷയം ആരാ ചർച്ച ചെയ്തത്? ഒരു ബഹുമാന്യനായ ഒരു മുതിർന്ന എൻ്റെ പിതാവിന്റെ സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു, ഈ ലൈഫായ ഹദീസിന്റെ പിന്നാലെ നിങ്ങൾ എന്തിനു പോകുന്നു? സത്യസന്ധമാണോ നിങ്ങളെ പറഞ്ഞത്? വഇദാ ഖുൽതും ഫാദിലു, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതിപൂർവം സംസാരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖറബീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികൾ എന്നുള്ള നിലക്ക് നീതിപൂർവം സംസാരിക്കുക. ആരാ പ്രിയപ്പെട്ടവരത് ചർച്ചയാക്കിയത്? നമ്മളാണോ? അല്ല. അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് ഒരു ഹദീസ് കൊണ്ടുവരികയും ഹസനായ നിലക്ക്, മൗഖൂഫായ നിലക്ക് ഹസനായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസ് മഹാന്മാരായ എമ്പാടും ഇമാമിയങ്ങൾ, തൗഹീദിന്റെ ഇമാമിയങ്ങൾ, ഖബറാരാധകരല്ലാത്ത ഇമാമിയങ്ങൾ, ഖബറാരാധനയെ എതിർത്ത ഇമാമിയങ്ങൾ പ്രവർത്തിച്ചതിനെ തങ്ങളുടെ വാദത്തിന് തെളിവായി ഒരു സമൂഹം ഉദ്ധരിച്ചപ്പോ നിങ്ങളുടെ ആ തെളിവ് പിടിക്കൽ തെറ്റാണെന്ന് കാര്യകാരണ സഹിതം മുമ്പേയുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറഞ്ഞത് അതേ നിലക്ക് കേരളത്തിൽ പറഞ്ഞ് എതിരാളികളുടെ വായ അടപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിൽ പ്രാർത്ഥന അല്ല എന്ന് പറഞ്ഞ്, അതിൽ പ്രാർത്ഥനയുണ്ട് എന്ന് ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെയാ സംരക്ഷിക്കുന്നത്? അതിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് ആർക്കാ തെളിവ്? സലഫികൾക്കോ അതോ ഖുറാഫികൾക്കോ? അതിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ നമ്മുടെ കൂടെയോ ഖുറാഫികളുടെ കൂടെയോ? അതിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇമാം നവവി നമ്മുടെ കൂടെയോ അതല്ല ഖുറാഫികളുടെ കൂടെയോ? അതിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി എന്ന് പറഞ്ഞ ഇമാം ബൈഹഖി ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരും അവരുടെ കൂടെയോ നമ്മുടെ കൂടെയോ? പറ. അതിൽ പ്രാർത്ഥനയുണ്ടെന്ന് പറയുകയും ഈ മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഖുറാഫികളുടെ ശ്രമത്തെ ഇല്ലാതെയാക്കിയ ആളുകളെ തന്നെ അതിന്റെ വക്താക്കളായി ചിത്രീകരിച്ചത് മോശമാണ്, തിന്മയാണ്, ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. അതുകൊണ്ട് വിഷയങ്ങളെ ഗൗരവതരമായി പഠിക്കുക, വിഷയത്തെ നീതിപൂർവ്വം സമീപിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തർക്കം ഒഴിവാക്കുക. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. യാതൊരറിവുമില്ലാതെ അല്ലാഹുവിന്റെ ആയത്തുകളിൽ തർക്കിക്കുന്നവൻ മരീദായ ശൈത്താനിനെയാകുന്നു പിൻപറ്റുന്നത്. അതുകൊണ്ട് ശൈത്താനെ പിൻപറ്റൽ ഒഴിവാക്കുക, തികഞ്ഞ ആലിമീങ്ങളെ പിൻപറ്റുക. ഫസ്അലു അഹ്ല الذിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ഒരു സന്മാർഗമോ ഒരു തെളിവോ പ്രകാശം നൽകുന്ന ഗ്രന്ഥത്തിന്റെ പിൻബലമോ ഇല്ലാതെ അനാവശ്യമായി തർക്കിക്കുക. ആ തർക്കം നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഖുർആനിലൂടെ
ഹദീസിലൂടെ ഉലമാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ഏതെങ്കിലും ഹോജമാര്, ചില ആളുകൾ പറയുന്നത് പോലെ മൊല്ലമാരും ഹോജമാരും ഒന്നല്ല, മറിച്ച് അഖീദയിൽ സ്ഥിരതയുള്ള മുഹഖിഖീങ്ങളായ, അവരുടെ ഈമാനും അതുപോലെ തന്നെ അവരുടെ അഖീദയും മറ്റുള്ളവരാൽ സ്ഥിരപ്പെടുത്തപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിനപ്പുറത്തുള്ള ഒരു കായിക ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ട്സൊക്കെ ഒന്ന് തയ്യാറാക്കി സൗദി അറേബ്യയിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്നറിയോ, ഈ ഷിർക്കിൽ വിശ്വസിച്ച് ഇതാവാം, ഇതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന എമ്പാടും പണ്ഡിതന്മാരുണ്ട്. ഇത്രയും മഹത്തായ ഒരു കണ്ടുപിടുത്തം, നാളിതുവരെ നടക്കാത്തൊരു കണ്ടുപിടുത്തം കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു നോട്ട്സൊക്കെ ആക്കി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അറിയിച്ചു കൊടുക്കണം. സൗദി അറേബ്യയിൽ താടി വടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർക്ക് കത്തയച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. ലാ ഇലാഹ പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അനുസരിക്കാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞപ്പോ അതിലും ഫത്വ ചോദിച്ച നാടാ നമ്മൾ. എന്നിരിക്കെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ, നിങ്ങളൊരു മഹത്തായ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആലിമ്യങ്ങൾക്ക് ഇതിലൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട്സാക്കി, കുറിപ്പാക്കി, പ്രബന്ധമാക്കി വളരെ പെട്ടെന്ന് സൗദി അറേബ്യയിലേക്ക് അയച്ചു കൊടുക്കൂ. കാരണം അവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പബ്ലിഷ് ചെയ്യുന്ന അതിൽ ശിർക്കില്ല, അതിൽ മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആണ് ഉദ്ദേശം. അവർ ഹയ്യാണ്, ഹാവിറാണ്, ഖാദിറാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥനയ്ക്ക് തെളിവല്ല എന്ന് വിശദീകരിക്കുന്ന എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. സലഫി ആദർശം ഉൾക്കൊള്ളുന്ന ആളുകൾ വായിച്ചും പഠിച്ചും വിശദീകരിച്ചും കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ഇല്ലാതാക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ഇവിടെ കേരളത്തിൽ കുറച്ച് ആളുകൾക്കിടയിൽ മാത്രം ഫിത്ന ഉണ്ടാക്കുവാനും ഫസാദ് ഉണ്ടാക്കുവാനും മാന്യമായി നടക്കുന്ന പ്രോഗ്രാമുകളിൽ പോലും തെറ്റിദ്ധാരണകൾ പരത്താനും വേണ്ടിയുള്ള ശ്രമം അത് നല്ലതല്ല, അത് ഭൂഷണമല്ല, അത് സലഫികൾക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. നമ്മൾ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇനിയും പരിപാടികൾ നടത്തും. നമ്മൾ ദഅവയായി മുന്നോട്ട് പോകും. ഒരു ഖുറാഫി ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിട്ട് മറുപടി പറയാൻ നമ്മൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എത്രയോ ലേഖനങ്ങൾ ഈ ഖുറാഫാത്ത് പ്രചരിപ്പിക്കാൻ എഴുതുന്നുണ്ട്. അതിന് മറുപടി എഴുതാൻ നമ്മളിൽ ആർക്കും സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ ബൈക്കിന് ഈ ഖുറാഫികൾ ആരെങ്കിലും വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളത് പറയാൻ പോവാണ്. ദഅവ പഴയതുപോലെ തന്നെ ക്യാമ്പുകളായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോകും. ഇതാണ് KNM, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത് നമ്മൾ പുറത്തുള്ള ഒരു സംഘം ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുക. ഇത് പണ്ടത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചുണയോടുകൂടി ഇൻഷാ അല്ലാഹ് പടച്ചവൻ്റെ തൗഫീഖോട് കൂടി നമ്മൾ ഇറങ്ങാൻ പോവാണ്. എല്ലാവരും സഹായിക്കണം. അസ്സലാം.